മുത്തുവും ലക്ഷ്മിയും കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. മുത്തു ഒരു മേസ്തിരിയും ലക്ഷ്മി സഹായിയുമായിരുന്നു. അയ്യോ, എന്റെ നടു! നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ ഈ പണി നിർത്തിക്കോളാൻ. നിനക്ക് പ്രായം കൂടി വരികയാ. ഇനി ഇത്ര ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു കേട്ടാ തോന്നും എനിക്കിത് ഇഷ്ടണ്ടായിട്ടാ ചെയ്യുന്നേന്ന്. രശ്മിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഞാൻ ഈ പണി അങ്ങ് നിർത്തും. ആ അറിയാം. രശ്മിയുടെ കല്യാണം വരെ ഞാൻ പറയുന്നതൊന്നും നീ കേക്കില്ല. ലക്ഷ്മി ജോലി ചെയ്യണമെന്ന് മുത്തുവിന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ലക്ഷ്മിക്ക് രശ്മിയുടെ കല്യാണത്തിന് പണം വേണമായിരുന്നു. അവരുടെ മകൾ വളർന്നു വലിയ കുട്ടിയായി മാറിയിരുന്നു. അവർ അവൾക്ക് വേണ്ടി കല്യാണം നോക്കാൻ തുടങ്ങി. അമ്മേ, നോക്കിയേ ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന്. എന്താ മോളെ? ഇതാണ് പിസ്സ ഊത്തപ്പം. പിസ്സ ഊത്തപ്പമോ? അതെന്താ? അമ്മ കണ്ടോണ്ട് നിക്കാതെ ഒന്ന് കഴിച്ചു നോക്ക്. രശ്മി അവളുടെ അച്ഛനും അമ്മയ്ക്കും പിസ്സ ഊത്തപ്പം കഴിക്കാൻ കൊടുത്തു. ഇത് കൊള്ളാലോ. അച്ഛനിത് ഇഷ്ടായോ? പിന്നല്ലാതെ, നീ എന്തുണ്ടാക്കിയാലും നന്നായി തന്നെ വരുമല്ലോ. ഇത് അച്ഛനും അമ്മയും കഴിച്ചോ. ഒരെണ്ണം ഞാൻ എന്റെ ഫ്രണ്ട്സിന് വേണ്ടി കൊണ്ടുപോകും. പിന്നെ അച്ഛാ, കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഫീസ് അടയ്ക്കേണ്ടത് 1-ാം തീയതിക്കാ. ശരി. രശ്മി പിസ്സ ഊത്തപ്പം എടുത്തുകൊണ്ട് അവിടെ നിറങ്ങി. അപ്പോൾ ലക്ഷ്മിയും മുത്തുവും സംസാരിക്കാൻ തുടങ്ങി. ഇവളെ ഇനിയും പഠിപ്പിക്കേണ്ട ആവശ്യം എന്താ? അവളുടെ ഇഷ്ടമല്ലേ പഠിക്കട്ടേന്ന്. പഠിപ്പിക്കുന്നതിനുള്ള ചെലവ് കൂടി വരുവാണ്. അതിനെന്ത് ചെയ്യൂന്ന് പറ. നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും. രശ്മി അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതിനിടയ്ക്ക് ഈ സംസാരം കേട്ടു. രശ്മി അവളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് വേണ്ടിയാണ് പിസ്സ ഊത്തപ്പം കൊണ്ടുപോയത്. അത് വിഷ്ണു ആയിരുന്നു. അവർക്ക് പരസ്പരം ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇത് കഴിക്ക് വിഷ്ണു. ഇതെന്താ? പിസ്സ ഊത്തപ്പം. പിസ്സ ഊത്തപ്പോ? ഇതൊന്ന് കഴിച്ചു നോക്ക്. വിഷ്ണു രശ്മി കൊണ്ടുവന്ന പിസ്സ ഊത്തപ്പം കഴിച്ചു. അവനത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആഹാ, ഇത് വളരെ സ്വാദിഷ്ടമാണ്. നിനക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിക്കൂടെ രശ്മി? ഹോട്ടലൊക്കെ തുടങ്ങുന്നതിന് ഒരുപാട് കാശ് വേണം. അതൊക്കെ ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാ? കുറഞ്ഞ പക്ഷം നിനക്കൊരു തട്ടുകടയെങ്കിലും ഇട്ടൂടെ? അതിൽ നിന്ന് നിനക്ക് നല്ല വരുമാനവും കിട്ടും. ശരി ശരി, ഞാനെന്തായാലും അച്ഛനോടും അമ്മയോട് സംസാരിക്കട്ടെ. അവര് സമ്മതിച്ച പിന്നെ ഉറപ്പായിട്ടും നോക്കാം. ശരി. വിഷ്ണുവിന് രശ്മി ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ ഇഷ്ടായിരുന്നു. അവൻ എപ്പോഴും അവളോട് ഹോട്ടൽ തുടങ്ങുന്നതിനെ കുറിച്ച് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും സമയമാവുമ്പോ നടക്കും. മുത്തുവും ലക്ഷ്മിയും കൺസ്ട്രക്ഷൻ സൈറ്റിൽ പണികൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം മുത്തു സൈറ്റിൽ ഒരൽപ്പം ഉയരത്തിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് അയാൾ ചവിട്ടി നിന്ന മുളയൊടിഞ്ഞ് താഴേക്ക് വീണു. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് മുത്തുവിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അയാളുടെ കാലിന്റെ എല്ലൊടിഞ്ഞിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി. ഓപ്പറേഷന്റെ മുഴുവൻ ചെലവും ആ ബിൽഡർ വഹിച്ചു. മുത്തു, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ നിങ്ങൾക്ക് 3-4 മാസം എടുത്തുനിന്ന് വരും. നിങ്ങളുടെ കാലിലൊരു റോഡ് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പഴയ പോലെ നിന്ന് പണിയെടുക്കാൻ പറ്റില്ല. ഇത് കേട്ട് മുത്തുവും അയാളുടെ കുടുംബത്തിലുള്ളവരും വല്ലാതെ വിഷമിച്ചു. എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പണിയെടുക്കും? ഇപ്പൊ അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ആദ്യം അച്ഛന്റെ കാല് ശരിയാവട്ടെ. ഏത് നശിച്ച സമയത്താണോ ഇത് വന്നത്? നിന്റെ കല്യാണത്തിന് വേണ്ടി ഇനി ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കും? അച്ഛാ, അച്ഛൻ ഇപ്പൊ ഇതൊന്നും ആലോചിക്കണ്ട. അച്ഛനൊന്ന് വേഗം നടക്കാനായാ മതി എനിക്ക്. ഹാ, ഞാൻ ജോലിക്ക് പോകുന്നോണ്ട് നമ്മുടെ കുടുംബം നടത്താനൊക്കെ പറ്റും. അമ്മേ, ഞാനും കൂടി ജോലി ചെയ്താലൊന്ന് ആലോചിക്കായിരുന്നു. നീ കൊച്ചുകുട്ടിയല്ലേ, നീ എന്തിനിപ്പോഴേ ഇങ്ങനെ പണിയെടുക്കണം? അച്ഛാ, ഞാനൊരു ഭക്ഷണശാല തുടങ്ങിയാലൊന്ന് ആലോചിക്കായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഞാനുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടാണല്ലോ. ഇതൊക്കെ ശരിയാ. നീ എന്തുണ്ടാക്കി വിൽക്കാനാ? ദോശയും ഇഡ്ഡലിയും വടയൊക്കെ? ശരി ശരി, ഇതിന് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. എനിക്ക് എതിർപ്പൊന്നുമില്ല. നിനക്ക് നിന്റെ കോളേജിലും പോവാം, പിന്നെ നിനക്ക് പണിയും എടുക്കാം. രശ്മി ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുന്ന കാര്യം മുത്തുവിനും ലക്ഷ്മിക്കും സമ്മതമായിരുന്നു. ഈ അവസ്ഥയിൽ ഇതവർക്കൊരു ആശ്വാസവുമായിരുന്നു. അടുത്ത ദിവസം തന്നെ രശ്മി അവളുടെ വീടിന്റെ മുൻപിൽ ഒരു തട്ടുകട തുടങ്ങി. അതിൽ അവൾ ഓരോ പാത്രത്തിലായി ഇഡ്ഡലിയും വടയും ദോശയും വിൽക്കാൻ വെച്ചു. ഹലോ, ഒരു പ്ലേറ്റ് വട തരൂ. ഓ, തരാലോ. രശ്മി ഉണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിച്ചവർ നൽകുന്ന പണം കണ്ട് രശ്മിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു.
കാരണം അത് അവളുടെ ആദ്യ സമ്പാദ്യമായിരുന്നു. അപ്പോഴേക്കും മറ്റു ചിലർ കൂടി അവിടെ ഇഡ്ഡലിയും വടയും കഴിക്കാനായി വന്നു. അല്പം കഴിഞ്ഞ് അങ്ങോട്ട് വിഷ്ണു എത്തി. അങ്ങനെ അവസാനം നീ തട്ടുകട തുടങ്ങിയല്ലേ? ആ, നോക്കാലോ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും നല്ലത് തന്നെ വരും. എനിക്കാണെങ്കി ഇപ്പൊ നല്ല വിശപ്പുണ്ട്. നീ എനിക്ക് നല്ലൊരു മസാല ദോശ താ. ഇപ്പൊ ഉണ്ടാക്കിത്തരാം. ദോശയുടെ സുഗന്ധം അവിടെ ആകെ പരന്നു. കൂടുതൽ ആളുകൾ ദോശ കഴിക്കാൻ വരാൻ തുടങ്ങി. അവളുടെ ഈ കച്ചവടത്തിൽ രശ്മി വളരെ സന്തോഷവതിയായിരുന്നു. അവൾ എല്ലാ ദിവസവും വീടിന്റെ മുന്നിൽ കച്ചവടം നടത്താൻ തുടങ്ങി. അവൾക്ക് അതിൽ നിന്നും നല്ല വരുമാനവും കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവളുടെ അയൽക്കാരി അവിടെ പക്കവട കച്ചവടം ആരംഭിച്ചു. നല്ല ചൂടൻ പക്കവട വറുത്തു കോരുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം അവിടുള്ള എല്ലാവരെയും അങ്ങോട്ടേക്ക് ആകർഷിച്ചു. വട കഴിക്കാൻ വന്നുകൊണ്ടിരുന്നവർ പോലും അങ്ങോട്ടേക്ക് ചെന്ന് ആ ചൂടൻ പക്കവടകൾ കഴിക്കാൻ തുടങ്ങി. അപ്പോ രശ്മി ആകെ സങ്കടത്തിലായി. അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ ഈ കാര്യങ്ങളെല്ലാം വിഷ്ണുവിനോട് പറഞ്ഞു. നീ മറ്റാരും വിൽക്കാത്ത എന്തെങ്കിലും ഒരു സാധനം വിൽക്ക്. അതായത് തികച്ചും വ്യത്യസ്തം. നിന്റെ ആ പിസ്സ ഉത്തപ്പം പോലെ അത് വിൽക്ക്. പക്ഷെ അതിനൊരല്പം വില കൂടുതലായിരിക്കും. ലാഭം കിട്ടുന്നതും വ്യത്യസ്തവുമായ എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് വേണം നമ്മൾ ഇനി ചിന്തിക്കാൻ. വേറെന്താ? അപ്പോഴാണ് രശ്മിയുടെ ചിന്ത പക്കോടക്കാരിയുടെ ചീനച്ചട്ടിയിലേക്ക് എത്തിയത്. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ കിട്ടി. കടായി ദോശ. ദോശ തവയിലല്ലേ ഉണ്ടാക്കുന്നേ? നീ എങ്ങനെയാ അത് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കും? അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിക്ക്, ഞാനിപ്പോ വരാം. രശ്മി അടുക്കളയിലേക്ക് ചെന്ന് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് വന്നു. രശ്മി തവ മാറ്റിയിട്ട് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് അതിലേക്ക് ദോശയുടെ മാവ് ഒഴിച്ചു. പിന്നെ അതൊന്ന് ചുറ്റിച്ച് ദോശയുടെ പരുവത്തിലാക്കി. അത് കഴിഞ്ഞ് ദോശ വേവുന്നതും കാത്തിരുന്നു. ദോശ വെന്ത ഉടനെ തന്നെ അവൾ അതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി. ഒരൽപ്പം ചട്നിയും സാമ്പാറും ഒഴിച്ചു. ഇതാണ് കടായി ദോശ. ആഹാ, ഇത് വളരെ വ്യത്യസ്തമാണല്ലോ. സ്വാദും വ്യത്യസ്തമായിരിക്കും. കഴിച്ചു നോക്ക്. വിഷ്ണു ആ കടായി ദോശ കഴിക്കുമ്പോഴാണ് അവിടെ 2 കുട്ടികൾ വന്നത്. എനിക്കും ഇതുപോലത്തെ ഒരു ദോശ തരാമോ? എനിക്ക് വേണം. രശ്മി 2 ആൾക്കുമായി ഓരോ ദോശ വീതം ചുട്ടു. എന്നിട്ട് അവർക്ക് 2 പേർക്കും കൊടുത്തു. നന്നായിട്ടുണ്ട്. ഈ ദോശയുടെ പേരെന്താ? കടായി ദോശ. അന്നത്തോടെ രശ്മിയുടെ കടായി ദോശ പ്രശസ്തി ആർജിച്ചു. ആളുകൾ ദോശ തവയിലേ ഉണ്ടാക്കി കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇത് വ്യത്യസ്തവും രുചികരവുമായിരുന്നു. രശ്മിയുടെ തട്ടുകടയിൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ അവൾ പുതിയൊരു കട തുടങ്ങി. കൂടാതെ അവളുടെ അച്ഛനും അമ്മയും അവളോടൊപ്പം തന്നെ ജോലി ചെയ്യാനും തുടങ്ങി. രശ്മി അവളുടെ കടായി ദോശ കൊണ്ട് ജീവിതത്തിൽ വളരെ മെച്ചപ്പെട്ടൊരു നിലയിലേക്കെത്തി. രശ്മി അച്ഛനും അമ്മയ്ക്കും വിഷ്ണുവിനെ പരിചയപ്പെടുത്തി. അങ്ങനെ അവരുടെ കല്യാണവുമായി. ഇവളുടെ കല്യാണത്തിനുള്ള പൈസ ഇല്ലെന്നായിരുന്നില്ലേ നിന്റെ വിഷമം? നോക്ക്, ഇന്നവൾ സ്വന്തമായി സമ്പാദിച്ചുകൊണ്ട് എത്ര നന്നായാണ് നമ്മളെ നോക്കുന്നതെന്ന്. ആ, നമ്മുടെ രശ്മി മോൾ ഇത്രയൊക്കെ സമ്പാദിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇനി അവളുടെ കല്യാണ ചെലവിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം രശ്മിയുടെയും വിഷ്ണുവിന്റെയും കല്യാണം കഴിഞ്ഞു. ഇപ്പൊ അവര് 4 പേരും കൂടി ചേർന്നാണ് രശ്മിയുടെ കടായി ദോശ വിൽക്കുന്നത്. ഒരു കുഞ്ഞ് ഐഡിയ രശ്മിയുടെ തല വരെ മാറ്റി. കേശവിന് തുണി നെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയിൽ 3 ജോലിക്കാരുണ്ടായിരുന്നു. മൂർത്തി, ബബർ, പിന്നെ മുകേഷ്. മുകേഷ്, ഈ ആഴ്ച എത്ര റോളാണ് ചെയ്തിരിക്കുന്നത്? മുതലാളി 15 എടാ, പക്ഷേ ആഴ്ചക്ക് 16 റോളല്ല അടിച്ചോണ്ടിരുന്നത്. ഒന്നിപ്പോ എങ്ങനെയാണ് കുറവായത്? അത് പിന്നെ മുതലാളി, മൂർത്തി വന്നിട്ട് വൈകിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയാണോ? എന്നാ പിന്നെ ബാക്കിയുള്ള പണി ആരാ? അവന്റെ അച്ഛൻ വന്നാണോ എടുക്കുന്നത്? 1 റോളാണ് കുറഞ്ഞിരിക്കുന്നത്. അവനോട് പറഞ്ഞേക്ക് മേലാൽ ഇതുപോലെ നടക്കാൻ പാടില്ലെന്ന്. ശരി മുതലാളി. പക്ഷെ നേരം തന്നാൽ മൂർത്തി ഒരിക്കലും ലേറ്റാകാറില്ലായിരുന്നു. അവൻ ജോലിയും ഒരുപാട് ചെയ്യുമായിരുന്നു. മുകേഷ് ആയിരുന്നു ഒരിക്കലും ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത്. അതിനു കാരണം അവന്റെ കയ്യിലുണ്ടായിരുന്ന പുതിയ മൊബൈൽ ഫോൺ. മൂർത്തിയും പവറും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകേഷ് അവന്റെ ഫോണിൽ വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എപ്പോഴും വെറുതെ ഇരിക്കും. അടുത്ത ആഴ്ചയും പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യം കേശവിന് വീണ്ടും ദേഷ്യം വന്നു. ഈ ആഴ്ചയും 15 റോളാണോ? ഈ ആഴ്ച ഈ മൂർത്തി വൈകിട്ടാണോ വന്നത്? അത് പിന്നെ മുതലാളി, അതെ, അവനോട് പറഞ്ഞേക്ക് വീട്ടിലേക്ക് പോവാൻ. വൈകിട്ട് വരുന്നവന് ഈ കമ്പനിക്ക് ഒരു ജോലിയും കിട്ടില്ല. നീ വേഗം വേറെ ഒരാളെ വേഗം വിളിക്ക്. ആർക്കാണോ നല്ല ജോലി അറിയോ അവരെ വിളിക്ക്. പിന്നെ ഈ ജോലിയാണ് അവർക്ക് ആവശ്യമുള്ളത്. ശരി മുതലാളി.
മുകേഷ് മൂർത്തിയുടെ അടുത്തേക്ക് ചെന്നു. മൂർത്തി, മുതലാളി നിന്നെ ജോലി വിട്ട് പിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്താ ഇങ്ങനെ പറയുന്നത്? ജോലി വിട്ട് പുറത്താക്കാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതൊന്നും എനിക്കറിയില്ല. നീ നിന്റെ ജോലി വന്നിട്ട് മര്യാദയ്ക്ക് ചെയ്യുന്നില്ലെന്നാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി എത്രയോ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാ, മുതലാളി നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നീ ഒന്നും വിഷമിക്കണ്ട, നിനക്ക് ഞാൻ വേറെ ഏതെങ്കിലും നല്ല ജോലി നോക്കി തരാം. മൂർത്തി ഒരുപാട് വിഷമിച്ചു. തന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമെന്നാലോചിച്ച് ജോലിയിൽ നിന്നും അവനെ പറഞ്ഞയച്ചതും അവന്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. മൂർത്തി അവന്റെ വീട്ടിലേക്ക് വന്നു. നാളെ നിങ്ങൾക്ക് ടിഫിന് ദോശ ചെയ്തു തരാം. നിങ്ങളുടെ കൂട്ടുകാരന് ഞാൻ ചെയ്യുന്ന ദോശ ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ? അയ്യോ, നീ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനുള്ള ആവശ്യമില്ലല്ലോ. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നെ ജോലിന്ന് പുറത്താക്കിന്നാ പറഞ്ഞ്. അയ്യോ, പക്ഷെ എന്തുകൊണ്ടാ? ജോലിയിൽ നിന്ന് ആൾക്കാരെ കുറയ്ക്കുന്നോണ്ട് മുതലാളി എന്നെയാണ് ആദ്യം പുറത്താക്കിയിരിക്കുന്നത്. അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യാനാ? അയ്യോ, നീ ഒന്നും വിഷമിക്കണ്ട. മുകേഷ് എനിക്ക് ഒരു നല്ല ജോലി നോക്കി തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് വേറൊരു ജോലി കിട്ടിയാൽ നന്നായിരുന്നേനെ. ഇല്ലെങ്കിൽ നന്ദിനിയുടെ സ്കൂൾ ഫീസ് നമ്മൾ എങ്ങനെ കെട്ടാനാ? പുഷ്പയും മൂർത്തിയും ഒരുപാട് വിഷമിച്ചു. വീട്ടു ചെലവ്, മകളുടെ സ്കൂൾ ഫീസ് എല്ലാം ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു. അതിനുവേണ്ടി അടുത്തെന്ത് ചെയ്യാമെന്ന് അവർ ആലോചിച്ചു. അടുത്ത ദിവസം മൂർത്തി ജോലിക്കായി ഒരുപാട് സ്ഥലത്തേക്ക് ചെന്നു. പക്ഷെ എവിടെയും അവന് ജോലി കിട്ടിയതേയില്ല. പോയ സ്ഥലത്തിലൊക്കെ അവൻ അപമാനപ്പെടേണ്ടി വന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. അവൻ ജോലിക്കായി ഒരുപാട് സ്ഥലത്ത് കയറിയിറങ്ങി. പക്ഷെ എവിടെയും ജോലി കിട്ടിയില്ല. നിങ്ങൾക്ക് ജോലി കിട്ടിയോ ചേട്ടാ? ഇല്ലടോ, എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. ഞാൻ കുറെ സ്ഥലത്ത് ശ്രമിച്ചു നോക്കി, പക്ഷെ ആരും എനിക്ക് ജോലി തരുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും വ്യാപാരം തുടങ്ങിയാലോ? അയ്യോ, സ്വന്തമായിട്ടുള്ള വ്യാപാരം ചെയ്യാൻ എനിക്ക് ഒരു അറിയില്ലല്ലോ. തുണീന്റെ വ്യാപാരം മാത്രമേ എനിക്ക് നന്നായിട്ട് അറിയുള്ളൂ. പക്ഷെ അതിനു കൂടെ ചെയ്യണമെങ്കിൽ വലിയ വലിയ ഒരു മെഷീനൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എന്തെങ്കിലും ജോലി ചെയ്താലോ? അത് എങ്ങനെയാണ്? നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും എപ്പോഴും ഞാൻ ചെയ്യുന്ന ദോശയെക്കുറിച്ച് പുകഴ്ത്തി പറയുമല്ലോ. എന്തുകൊണ്ട് നമുക്കൊരു ദോശക്കട തുടങ്ങിക്കൂടാ? എങ്ങനെയായാലും ഇതും ഒരു ചെറിയ ജോലിയല്ലല്ലോ. ദോശന്റെ കട വ്യാപാരം വെച്ചാലും അത്ര വലിയ കാശൊന്നും വരില്ലല്ലോ. എങ്ങനെയായാലും ഇരിക്കട്ടെ, നമുക്ക് ഇതൊന്ന് ശ്രമിച്ചു നോക്കാലോ. ഈ വ്യാപാരം നന്നായിട്ടുണ്ടാവും തോന്നുന്നു. അല്ല ചേട്ടാ, എനിക്ക് വിശ്വാസമുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലതായിരിക്കും. അടുത്ത ദിവസം ഗ്രാമത്തിന്റെ നടുവിൽ മൂർത്തിയും പുഷ്പയും ചേർന്ന് അവരുടെ ദോശക്കട തുടങ്ങി. ദൈവമേ, ഞങ്ങളെ സഹായിക്കണേ. കട തുറന്നതും തന്നെ അവിടേക്ക് ഒരാൾ വന്നു. ഒരു മസാല ദോശ തരാൻ പറ്റുമോ? ഇപ്പൊ തരാം. സമയം പോകുന്തോറും ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. പുഷ്പയും മൂർത്തിയും രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടെയിരുന്നു. പതുക്കെ പതുക്കെ അവരുടെ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചേട്ടത്തി, ദോശ സൂപ്പർ ആയിട്ടുണ്ട്. അതെ അതെ, നേരാണ്, നന്നായിട്ടുണ്ട്. ജനങ്ങൾക്കും സന്തോഷമായി, മൂർത്തിക്കും പുഷ്പയ്ക്കും സന്തോഷമായി. അന്ന് രാത്രി അവർ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയായിരുന്നു. അവർ കയ്യിൽ മോൾക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. ഇത് കണ്ടില്ലേ നന്ദിനി, അപ്പ നിനക്ക് വേണ്ടി ചോക്ലേറ്റ് വാങ്ങിട്ട് വന്നിട്ടുണ്ട്. അല്ല, ചോക്ലേറ്റ്. നന്ദിനിയുടെ കയ്യിൽ അച്ഛൻ ചോക്ലേറ്റ് നൽകിയതും തന്നെ നന്ദിനി അച്ഛൻ ഒരു ഉമ്മ നൽകി. മൂർത്തിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അയ്യോ പുഷ്പ, ഇന്ന് നമുക്ക് 1000 രൂപയാണ് വരുമാനം കിട്ടിയിരിക്കുന്നത്. ദൈവമേ, ഇത്രയും കാശോ? ദിവസവും മൂർത്തി കാശ് എണ്ണാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവരുടെ ദാരിദ്ര്യമൊക്കെ മാറി. അടുത്ത ദിവസം മൂർത്തിയും പുഷ്പയും അവരുടെ കട തുറന്ന് ദോശ വിറ്റുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് ഗ്രാമത്തിലുള്ള ലാൽ ചന്ദ് സേട്ട് അവരുടെ കടയുടെ അടുത്തേക്ക് വന്നത്. സേട്ട് ജി, നിങ്ങളാണോ ഇവിടെ വന്നിരിക്കുന്നത്? അതെ, നിനക്കൊരു ജോലിയുണ്ട്. എന്റെ മകൾക്ക് ഇപ്പോ കല്യാണമാണ്. നമ്മുടെ എല്ലാ ഗ്രാമ ആൾക്കാരും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും നിനക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? പക്ഷെ നീ ഓർമ്മിച്ചോ, അവിടെ വരുന്ന ഓരോരോ ആൾക്കാരും നിന്റെ ദോശ കഴിക്കാതെ ആരും പുറത്തു വിടാനും പാടില്ല. എന്തായാലും ഒരു 1000 പേര് മേലാണ് ആൾക്കാർ വരാൻ പോകുന്നത്. അതുകൊണ്ട് എന്തായാലും നിന്റെ സ്പെഷ്യലായ മസാല ദോശ എന്തായാലും കഴിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ. മനസ്സിലായോ നിനക്ക്? എന്റെ ചെക്കന്റെ വീട്ടുകാരൻ മുമ്പ് നീ എന്നെ നാണം കടത്താൻ പാടില്ല. ഒന്നും പേടിക്കണ്ട ചേച്ചി, നമുക്ക് നടത്താം. ഒരു മസാല ദോശന്റെ വില 20 രൂപയാണ്. അപ്പോ 1000 മസാല ദോശയ്ക്ക് നമുക്ക് 20,000 രൂപ കിട്ടും. സേട്ട് ലാൽ മൂർത്തിയുടെ കയ്യിൽ 10,000 രൂപ നൽകി. ഇത് അഡ്വാൻസ് ആയിട്ട് 10,000 രൂപ തന്നിട്ടുണ്ട്. വീണ്ടും കല്യാണം കഴിഞ്ഞിട്ട് 10,000 രൂപ തന്നോളാം.
നമ്മളെ കാര്യം പൊളിച്ചു സേഠ്ജി. സേഠ്ജി അവിടെ നിന്നും പോയതും തന്നെ 1000 മസാല ദോശ എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? അയ്യോ, ഞാൻ വാക്ക് കൊടുത്തു പോയല്ലോ. നമുക്ക് പുറത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കാര്യം ചെയ്യിപ്പിക്കാം. പക്ഷേ എങ്കിലും 1000 മസാല ദോശ ചെയ്യുന്നത് വളരെ ചെറിയ കാര്യമല്ല ചേട്ടാ. അതും കല്യാണത്തിന് വേണ്ടി. ആലോചിച്ചു നോക്കൂ, ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ? കല്യാണത്തിന് ഇന്നും ഒരാഴ്ച സമയമുണ്ടല്ലോ. നമുക്ക് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് ആലോചിക്കാന്നേ. ഒരു ദിവസം കൊണ്ട് നമുക്ക് 20,000 രൂപ കിട്ടുന്നത് വലിയ കാര്യമല്ലേ? മൂർത്തിയും പുഷ്പയും എന്തു വഴിയാണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അവർ 1000 ദോശ കുറഞ്ഞ സമയത്തിൽ ചെയ്തേ പറ്റൂ. ഉറങ്ങാൻ പോകുമ്പോൾ പോലും അവർ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് ഒരേ സമയത്ത് 10 ദോശ ഉണ്ടാക്കുന്ന മാതിരി പാത്രം വാങ്ങിച്ചാലോ? അപ്പോൾ പോലും 1 മണിക്കൂറിനകത്ത് 200 മുതൽ 300 ദോശയല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. എന്നാ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ആലോചിക്കാലോ. സേട്ടിന്റെ മകളുടെ കല്യാണത്തിന് 1 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. ഇതുവരെ അവർ അതിനുള്ള വഴി ആലോചിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെ ഈ 1000 ദോശ ഉണ്ടാക്കുന്നതെന്ന്. ഒരുപക്ഷെ നമ്മൾ രാത്രി മുഴുവൻ ഇരുന്ന് ദോശ ചുട്ടാൽ അപ്പോൾ? അയ്യോ, പക്ഷെ പൊലച്ചായതിനു ശേഷം എല്ലാ ദോശയും ചൂട് കുറയുമല്ലോ. എന്ത് ചെയ്യും? പിന്നെ ആൾക്കാർ കഴിക്കുമ്പോൾ നന്നില്ലാന്ന് കുറ്റവും പറയും. ദൈവമേ, നിങ്ങൾ വേണം ഞങ്ങളെ സഹായിക്കാൻ. ഉടൻ തന്നെ അവരുടെ മുൻപിൽ ഒരു പ്രകാശത്തോടൊപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ കണ്ടതും, എന്റെ ദൈവമേ, നിങ്ങളുടെ ദർശനം കൊണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ സഫലമായിരിക്കുന്നു. മൂർത്തി, പുഷ്പ, നിങ്ങളുടെ പ്രശ്നത്തിന്റെ തീർവ് എല്ലാം എന്റെ അടുത്ത് ഉണ്ട്. ഇത് മായ മസാല ദോശയാണ്. ഇത് നിങ്ങൾ കല്യാണത്തേക്ക് എടുത്തിട്ട് പോവും. ഇത് ഒരു ദോശ കൊണ്ട് നിങ്ങൾക്ക് 1000 ദോശയും ഉണ്ടാക്കാൻ പറ്റും. 1 മിനിറ്റ് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കണ്ട. വളരെ നന്ദിയുണ്ട് എന്റെ ദൈവമേ. മൂർത്തിയും പുഷ്പയും രണ്ടുപേരും ദൈവത്തോട് ആശീർവാദം വാങ്ങി. ദൈവം അവിടുന്ന് അപ്രത്യക്ഷിതനായി. മൂർത്തിയുടെ കയ്യിൽ ഒരു മാന്ത്രിക മസാല ദോശ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം മൂർത്തിയും പുഷ്പയും മണ്ഡപത്തിലേക്ക് പോയി. രണ്ടുപേരും അവിടെ അടുപ്പ് കത്തിച്ചു വെച്ചു. അതിനുശേഷം വിരുന്നാളികളൊക്കെ വരാൻ തുടങ്ങിയതും മൂർത്തി അവന്റെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക ദോശ എടുത്തു. രണ്ടുപേരും കൈകൂപ്പി വണങ്ങാൻ തുടങ്ങി. മായ മസാല ദോശയെ ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ 1000 മസാല ദോശ നൽകൂ. അവരിങ്ങനെ പ്രാർത്ഥിച്ചതും തന്നെ അവിടെ 1000 മസാല ദോശ വന്നു. വിരുന്നാളികൾ വന്ന് ചോദിച്ചപ്പോഴൊക്കെ മൂർത്തിയും പുഷ്പയും അവർക്ക് ആവശ്യമുള്ള മസാല ദോശ നൽകാൻ തുടങ്ങി. ഓ എന്റെ ദൈവമേ, നല്ല ചൂടുണ്ടല്ലോ. പിന്നെ നല്ല രുചിയുമുണ്ട്. വന്നവർക്കൊക്കെ മസാല ദോശ ഒരുപാട് ഇഷ്ടമായി. ഇത് കേട്ട് സേഠ്ലാൽ ഒരുപാട് സന്തോഷിച്ചു. കല്യാണം കഴിഞ്ഞതിനു ശേഷം സേഠ്ലാൽ മൂർത്തിയുടെയും പുഷ്പയുടെയും അടുത്തേക്ക് വന്നു. നിങ്ങൾ ജോലി രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ 10,000 രൂപയും തരാം. പക്ഷേ ഇതാ, ഞാൻ വളരെ സന്തോഷമായിട്ടുണ്ട്. ഇതാ പിടിച്ചോളൂ, 20,000 രൂപ തരാം. അദ്ദേഹം 20,000 രൂപ നൽകിയതും മൂർത്തിക്കും പുഷ്പയ്ക്കും ഒരുപാട് സന്തോഷമായി. പിന്നെന്താ, ആ മാന്ത്രിക ദോശയുടെ സഹായം കൊണ്ട് മൂർത്തിയും പുഷ്പയും വലിയ വലിയ കല്യാണ ഫംഗ്ഷനുകളൊക്കെ എടുത്തു നടത്തി. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ അവർ വലിയ പണക്കാരായി മാറി. അവർ സന്തോഷത്തോടെ അവരുടെ ജീവിതം നയിച്ചു. വികാസ്പൂർ എന്നൊരു ഗ്രാമത്തിൽ ഗുങ്കട്ലാൽ തന്റെ പണിക്കാര രമണനോടൊപ്പം ദോശ കച്ചവടമാണ് ചെയ്തിരുന്നത്. രമൺ ഗുങ്കട്ലാലിന്റെ കടയിലാണ് പണി ചെയ്തിരുന്നത്. എപ്പോഴും ഗുങ്കട്ലാൽ രമണിന്റെ തെറ്റുകളൊക്കെ എടുത്തു പറഞ്ഞ് അവനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മുഴുവൻ വികാസ്പൂരിലും ഒരേ ഒരു പ്രശസ്തമായ ദോശക്കട ഉള്ളതുകൊണ്ട് ഗുങ്കട്ലാലിന് എപ്പോഴും അഹങ്കാരം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അത് പോരാഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് ചീത്ത ദോശകളും വിൽക്കുമായിരുന്നു. അയ്യോ ചേട്ടാ ഗുങ്കട്ലാൽ, നല്ല അടിപൊളി ഒരു മൈസൂർ മസാല ദോശ ഉണ്ടാക്കൂ. നിങ്ങളുടെ കടയിൽ നിന്ന് കഴിച്ചു ഒരുപാട് ദിവസമായി. ഓഹോ, ഇരിക്കൂ ഇരിക്കൂ. എടാ രമൺ, ഇദ്ദേഹത്തിനൊരു മൈസൂർ മസാല ദോശ ഉണ്ടാക്കി കൊടുക്ക്. നന്നായിട്ട് നോക്കി ചെയ്യ്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും ഞാൻ. പിന്നെ ചട്നി, നല്ല ചട്നി നോക്കി തരൂ. രമന്റെ കൈകൊണ്ടുള്ള ചട്നി വളരെ രുചികരമാണ്. ആ, നന്ദി നന്ദി. നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് ദോശ ഉണ്ടാക്കി തരാം. രമൺ ഇങ്ങനെ ദോശ പിന്നെ ചട്നി ഒരുപാട് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് കേട്ട് ഗുങ്കട്ലാൽ ഇങ്ങനെ പറഞ്ഞു. ആ നെയ്യൊക്കെ ഇടുമോ നീ? അവർ എത്രത്തോളം പണം തരുന്നോ അതിനുള്ള പണി ചെയ്താൽ മതി. കൂടുതലായി ഒന്നും ചെയ്യണ്ട. തന്നെ ഇവിടെ ജോലിക്ക് കയറ്റിയതിൽ എന്റെ ലാഭം മുഴുവനും താൻ കളയുമല്ലോ. ക്ഷമിക്കൂ മുതലാളി. രമണെ മോശമായി പറഞ്ഞിട്ട് ഗുങ്കട്ലാൽ ദോശ പിന്നെ ചട്നിയിൽ വ്യാജം കലർത്താനായി പറഞ്ഞു. ഈ ദോശയിൽ ഒരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. ഗ്രാമത്തിൽ നമ്മുടെ കട മാത്രമേ ഉള്ളൂ. കട നമ്മുടെ ഇഷ്ടം പോലെ നടത്താം. ചട്നിയിലും വെള്ളം
മാവിൽ കുറച്ച് മൈദയും ഇട്ട് നമുക്ക് വിൽക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ലാഭം കിട്ടും. എന്നാൽ മുതലാളി, ഗ്രാമജനങ്ങളോട് നമ്മളിങ്ങനെ ചെയ്യരുത്. നമ്മുടെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ. ജനങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ചട്നിയും ചീസ് ദോശയും കഴിക്കുന്നു. നമുക്ക് ലാഭമുണ്ടല്ലോ. എടോ, ഇതുകൊണ്ടാണ് താൻ ഇപ്പോഴും ജോലിക്കാരൻ. കുറച്ചൊക്കെ ബുദ്ധിയൊന്ന് ഉപയോഗിക്കേ. മുതലാളി, താങ്കൾ എപ്പോൾ നോക്കിയാലും എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറയുന്നത്. ഈ കട മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഞാനാ. എന്തുകൊണ്ടെന്നാൽ രുചിയായി ദോശ ഉണ്ടാക്കുന്നത് ഞാനല്ലേ. ഗുങ്കട്ട്ലാൽ പിന്നെ രമൺ പരസ്പരം വഴക്കിടാനായി തുടങ്ങി. വ്യാജം കലർത്തരുത് എന്ന് രമൺ ഗുങ്കട്ട്ലാലിനോട് പറഞ്ഞു. അത് കേട്ട് ഗുങ്കട്ട്ലാൽ രമണെ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കി. എടോ, തന്നെ ഞാൻ ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താക്കാം. താൻ ഓവറായി സംസാരിക്കുന്നു. എനിക്കെന്താ ജോലിക്ക് വേറെ ആളെ കിട്ടില്ലേ? എനിക്കും ഈ ജോലി ചെയ്യാൻ ഇഷ്ടമേ അല്ല. എന്റെ ബാക്കി ശമ്പളം ഇന്ന് തന്നെ തരൂ. രമൺ ഒരുപാട് സങ്കടപ്പെട്ട് അവന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ അവന്റെ ഭാര്യ രാഗിണിയോട് സംഭവിച്ചതൊക്കെ പറഞ്ഞു. ആഹാ, അതിനെന്താ, ഞാൻ അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് നിങ്ങൾ സ്വന്തമായൊരു കട തുടങ്ങിക്കോളെന്ന് പറഞ്ഞതാ. വികാസ്പൂർ മുഴുവനും ഒരേ ഒരു ദോശക്കട മാത്രമേ ഉള്ളൂ. ആ കടയും നിങ്ങൾ കാരണമാ നടന്നിരുന്നത്. ഗുങ്കട്ട്ലാൽ നിങ്ങളിലൂടെ പൈസ മാത്രമാ സമ്പാദിച്ചത്. അവൻ ഒരുപാട് ലക്ഷങ്ങൾ സമ്പാദിച്ച് നിങ്ങൾക്ക് ആയിരങ്ങളാ തന്നത്. അയ്യോ, നിനക്ക് മനസ്സിലായില്ല. മുതലാളിക്ക് നല്ല ലാഭം കിട്ടണമെന്ന് മായമൊക്കെ ചേർക്കുന്നു. ഇതാ ഞാൻ എന്താ ചെയ്തെന്ന് നോക്കൂ. ചെറിയ ചെറിയ ബക്കറ്റ്. ഇത് ഞാൻ എന്റെ കൈകൊണ്ട് ചെയ്തതാ. നിങ്ങൾ എത്ര ദിവസം ആ ചട്നി ചെറിയ പാത്രങ്ങളിൽ കൊടുക്കുമെന്ന് ആലോചിച്ചു. ജനങ്ങൾക്ക് എപ്പോഴും ചട്നി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ ബക്കറ്റ് ഉണ്ടാക്കിയത്. രമൺ പുറത്തു വന്ന് മുറ്റത്തുണ്ടായിരുന്ന ചെറിയ ബക്കറ്റുകൾ കണ്ട് വളരെ സന്തോഷിച്ചു. എന്തെന്നാൽ രാഗിണി തന്നെ കുറിച്ച് അത്രയും ചിന്തിച്ചിരുന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ദോശക്കട എങ്ങനെ ഇടാം. കുറച്ച് പണം ആവശ്യം വരും. ഞാൻ എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിച്ചോളാം. എല്ലാം പുതുതായി ചെയ്യേണ്ടി വരും. നിങ്ങൾ തിരക്ക് പിടിച്ച് തീരുമാനമെടുക്കണ്ട. എന്തെന്നാൽ പൈസയുടെ പ്രശ്നവുമുണ്ടല്ലോ. രമൺ തന്റെ പ്രശ്നത്തെ ആ നാട്ടിലുള്ള ഒരു വലിയ ജന്മിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ആ ജന്മിയോട് തന്റെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. ആ, വരൂ വരൂ രമൺ, വരൂ. തന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി. ഗുങ്കട്ട്ലാലിന്റെ ഹോട്ടൽ എങ്ങനെ പോകുന്നു? ഞാനിപ്പോൾ അവിടെ ജോലി നോക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. ആഹാ, പറയൂ. ഞാൻ നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അത് എന്തെന്നാൽ എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ സ്വന്തമായി ഒരു ദോശക്കട ഇടാൻ ആഗ്രഹിക്കുന്നു. ആ, ഇത് വളരെ നല്ല കാര്യമാണല്ലോ. ഞാൻ തന്നെ ഉറപ്പായും സഹായിക്കാം. എന്നാൽ അതിന് തിരിച്ച് എല്ലാ മാസവും താൻ എനിക്ക് പണം തരണം. ഇങ്ങനെ വാങ്ങിയ പണം താൻ അടച്ചു തീർക്കണം. രമൺ ജന്മിയുടെ എല്ലാ കണ്ടീഷനും സമ്മതിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ജന്മിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവൻ സ്വന്തമായ ഒരു ദോശ കച്ചവടം തുടങ്ങി. ഇന്ന് നമ്മുടെ കടയുടെ ആദ്യ ദിവസമാ. എനിക്ക് ഒരുപാട് പേടിയാകുന്നു. എല്ലാം എങ്ങനെ നടക്കുമെന്നോർത്ത്. എല്ലാം നല്ലതുപോലെ പോകും. നമ്മൾ ആരെയും ദ്രോഹിച്ചില്ലല്ലോ. നമ്മളെ ആർക്കും തടയാൻ പറ്റില്ല. വികാസ്പൂരിലുള്ള ജനങ്ങൾ രമൺ സ്വന്തമായ ഒരു ദോശക്കട തുടങ്ങിയെന്ന് കേട്ട ഉടനെ ഗുങ്കട്ട്ലാലിന്റെ എല്ലാ കസ്റ്റമേഴ്സും രമണിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ അവന് ഒരുപാട് സമ്പാദ്യം കിട്ടി. കസ്റ്റമേഴ്സിന്റെ ഈ തിരക്ക് കണ്ട് രമണിന്റെ സന്തോഷത്തിന് അളവില്ലായിരുന്നു. രമൺ ചേട്ടാ, ചട്നി തരൂ. എപ്പോഴും കുറച്ചേ തരൂ. ആ, കൊണ്ടുവരുന്നു. ഇതാ കൊണ്ടുവരുന്നു. രാഗിണി, ആ പാത്രം നീ വെളിയിൽ വെച്ചില്ലേ? അത് പോയി എടുത്തുകൊണ്ട് വാപ്പോ. എല്ലാം കസ്റ്റമേഴ്സിന് രമണിന്റെ ദോശയും ചട്നിയും എത്ര ഇഷ്ടപ്പെട്ടു എന്നോ അവർ വീണ്ടും വീണ്ടും വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു. രമൺ ഒരു ഐഡിയ ചെയ്തു. അവൻ രാഗിണി ഉണ്ടാക്കിയ ചെറിയ ചെറിയ ബക്കറ്റിൽ ചട്നി ഒഴിച്ച് കസ്റ്റമേഴ്സിന് കൊടുത്തു. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ആദ്യ തവണ തന്നെ ചട്നി ഒരുപാട് കിട്ടി. പിന്നെ അവർ ആ ചീസി ബക്കറ്റ് ദോശ വളരെ രുചിയായി കഴിച്ചുകൊണ്ടേയിരുന്നു. ഗുങ്കട്ട്ലാൽ തന്റെ കടയിൽ അതേ നാട്ടിലെ ഒരു പണിക്കാരനെ പണിക്കായി വെച്ചു. പിന്നെ ആ പുതിയ പണിക്കാരനോട് വ്യാജമായ ദോശയും ചട്നിയും വിൽക്കാനായി പറഞ്ഞു. അയ്യോ, ഇപ്പോൾ ലാഭം കിട്ടുന്നതേ ഇല്ല. ഇങ്ങനെയുള്ളപ്പോൾ നീ കറക്റ്റായി ജോലിയും നോക്കുന്നില്ല. വേഗം ജോലി നോക്ക്. അയ്യോ, ഈ കടയിലേക്ക് ആരും വരുന്നില്ല. മുഴുവൻ വികാസ്പുരവും രമന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചീസ് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, താനും എന്നാൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്ക്. അതിലൂടെ നമ്മുടെ കട നല്ല രീതിയിൽ പോകണം. എത്രയോ ശ്രമങ്ങൾ ചെയ്തതിനു ശേഷവും ഗുങ്കട്ട്ലാലിന്റെ കട നന്നായതേയില്ല.
പിന്നെ ഒരു ദിവസം വ്യാജം കലർന്ന ദോശ കഴിച്ചതുകൊണ്ട് വികാസ്പൂരിലെ ജന്മിയുടെ മകന്റെ ആരോഗ്യം പെട്ടെന്ന് സുഖമില്ലാതായി. എന്തെന്നാൽ കുറച്ചു നേരത്തിന് മുന്നേ അവൻ ഗുങ്കട്ട്ലാലിന്റെ ദോശയാണ് കഴിച്ചത്. ജന്മി വേഗം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ അവിടെ തന്റെ മകൻ കട്ടിലിൽ പിടയുന്നത് കണ്ടു. അയ്യോ അയ്യോ, എന്താ ഇവിടെ നടക്കുന്നത്? നിനക്ക് എന്തു പറ്റി? കുറച്ചു നേരത്തിന് മുൻപ് ഗുങ്കട്ട്ലാലിന്റെ ഹോട്ടലിൽ നിന്നും ഞാൻ ദോശ കഴിച്ചു. ഞാൻ ചിന്തിച്ചു അവരുടെ കടയിലേക്ക് ആരും പോകുന്നില്ല എന്ന്. കഷ്ടം തോന്നി കയറിയതാ. ഞാൻ തെറ്റ് ചെയ്തു. വയറുവേദന എടുക്കുന്നു. ഡോക്ടർ അങ്കിളിനെ വിളിക്കൂ. തന്റെ മകന്റെ ഈ മോശമായ അവസ്ഥ കണ്ട് ജന്മി ഉടനെ ഗുങ്കട്ട്ലാലിന്റെ കടയിലേക്ക് ചെന്നു. പിന്നെ വളരെ ദേഷ്യത്തോടെ ഗുങ്കട്ട്ലാലിനോട് ഇങ്ങനെ പറഞ്ഞു. നിനക്ക് എന്ത് ധൈര്യമാണ്? ഇന്ന് ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. നിന്റെ ദോശ കഴിച്ച് എന്റെ മകന് അസുഖം വന്നു. നിന്നെ ഞാൻ പോലീസിനെ ഏൽപ്പിക്കാം. അയ്യോ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കൂ. ഇനി ഞാൻ മായം ചേർത്ത് ഒന്നും വിൽക്കില്ല. ഇതെല്ലാം താൻ പോലീസിനോട് വന്ന് പറയൂ. വാ എന്റെ കൂടെ. ജന്മി ഗുങ്കട്ട്ലാലിനെ പോലീസിനെ പിടിച്ചുകൊടുത്തു. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം രമൺ എല്ലാ പൈസയും ജന്മയ്ക്ക് തിരിച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന്റെ മകനെ വിശ്രമിക്കാനും പറഞ്ഞു. രമൺ വളരെ സന്തോഷത്തോടെ ജന്മിയുടെ കുടുംബത്തിന് വേണ്ടി ചീസി ബക്കറ്റ് ദോശ കൊണ്ടുവന്നു. അതോടൊപ്പം ജന്മി തനിക്ക് ചെയ്ത സഹായത്തിനായി അവൻ അദ്ദേഹത്തിന് നന്ദിയും പറഞ്ഞു. രാഗിണി പിന്നെ രമന്റെ കച്ചവടം വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. മറ്റൊരു ഭാഗത്ത് ഗുങ്കട്ട്ലാലിന് തന്റെ അത്യാഗ്രഹത്തിനായ ശിക്ഷയും കിട്ടി.